നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അജുവേട്ടന്റെ അച്ഛൻ തന്നെയാ. ഞാൻ സംസാരിക്കുക ആനന്ദിനോട്. എന്റെ മകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്തൊരു വീട്ടിൽ അവളെ നിർത്താൻ തയ്യാറില്ലെന്ന് ഞാൻ പറഞ്ഞോളാം. തൽക്കാലം ഒന്നും വേണ്ട അച്ഛാ. അജുവേട്ടനും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അവർക്ക് കമ്മീഷണറുമായി അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവരിനി അതിന് ശ്രമിക്കാതിരിക്കില്ല. അപ്പൊ കയ്യോടെ പിടിക്കാൻ ഇപ്പൊ ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതായിരിക്കും നല്ലത്. അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. എന്നാ ഞാൻ വരട്ടെ. മോളെ നീ സൂക്ഷിക്കണം. ധൈര്യമായിരിക്കച്ചാ. കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെ ഓരോരുത്തരെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വരട്ടെ. പൂജ, താൻ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നിട്ടാണോ ഞാൻ വന്ന് വിളിച്ചപ്പോ ഞെട്ടി നോക്കിയത്? അത് പെട്ടെന്ന് വിളിച്ചപ്പോ. താൻ ഇന്ന് അച്ഛനെ കാണാൻ പോയിരുന്നോ? ചോദിച്ചു കേട്ടില്ലേ? പോയിരുന്നു. എന്താ ചേട്ടാ? ഒന്നുമില്ല, നന്ദനങ്ങൾ എന്നെ കണ്ടിരുന്നു. അത് ഞാൻ വെറുതെ ഒന്നുമല്ല, ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ താൻ അങ്കിളിനെ അറിയിച്ചെന്നറിഞ്ഞു. അതെന്തായാലും അച്ഛനോട് പറയേണ്ടതല്ലേ, പ്രത്യേകിച്ചും ഞാൻ ഒരാളെ കൊല്ലാൻ നോക്കിന്നൊക്കെ പറയുമ്പോ. താൻ കൊല്ലാൻ നോക്കിയെന്ന് ആരും പറഞ്ഞിട്ടില്ല പൂജ. അച്ഛമ്മയുടെ നാവിൽ നിന്ന് വന്ന ഒരു വാക്കിനെ അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊക്കെ എടുക്കണോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ചേട്ടാ? എന്ന് വെച്ച് തന്നെ അപായപ്പെടുത്താനായി അത് സ്നേഹ ചെയ്തതാണെന്ന തീരുമാനത്തിലെത്താൻ പറ്റുമോ? നന്ദനങ്ങൾ എന്നോട് ചോദിച്ചത് പൂജയെ കൊലപ്പെടുത്താൻ മാത്രം സ്നേഹിക്ക് തന്നോട് വൈരാഗ്യമില്ലല്ലോ എന്നാ. പിന്നെ അവൾ ആർക്ക് വേണ്ടിയാ പാവയായിട്ട് പ്രവർത്തിക്കുന്നെന്നാ. ആ കമ്മീഷണറുടെ സ്വാധീനത്തിന് വഴങ്ങി സ്നേഹ തന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ പൂജ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് അച്ഛനാ എന്നോട് പറഞ്ഞത്, ഞാനല്ല. തനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? എനിക്കിപ്പോ ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിൽ കമ്മീഷണറിന്റെ സ്വാധീനം ഇപ്പോഴും ഉണ്ട്. അതാ ചേട്ടൻ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒരു വാദത്തിന് സമ്മതിച്ചാൽ തന്നെ അത് സ്നേഹയാണെന്ന് എന്താണ് ഉറപ്പ്? അഖിൽ ഇതറിഞ്ഞ അവൻ എന്ത് തോന്നും? അപ്പോഴും അജയൻ ആലോചിക്കുന്നത് അനിയൻ എന്ത് തോന്നുന്നാ? അത് എനിക്കെതിരെ ഉണ്ടായ വധശ്രമമായിരുന്നെങ്കിലോ? ഞാൻ അതിൽപ്പെട്ട് തീ പൊള്ളി ചത്തുപോയിരുന്നെങ്കിലോ? താൻ എന്തൊക്കെയായി പറയുന്നത് പൂജ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നമ്മുടെ നേരെ നടന്ന അയാളുടെ ആക്രമണം ഈ വീട്ടിനകത്തും അരങ്ങേറാൻ തുടങ്ങി. അതാണ് സത്യം. അജയൻ അയാളുടെ വീട്ടിൽ ഒരിക്കൽ അന്വേഷിച്ചു പോയതല്ലേ? ഒരു തവണ കൂടി നമുക്ക് അങ്ങോട്ട് പോയാലോ? അയാൾ അവിടെ എങ്ങും ഇല്ല. അതെങ്ങനെ അജയൻ അറിയാം? ഞാൻ നമ്മുടെ SP കിരണുമായിട്ട് സംസാരിക്കാറുണ്ട്. സസ്പെൻഷൻ കഴിഞ്ഞ് അയാൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. എവിടെയുണ്ടെന്ന് ആർക്കും ഒരു അറിവുമില്ല. അവിടെ അയാളുടെ പെങ്ങളുണ്ടാവില്ലേ? അതുകൊണ്ട് ഇനി നമ്മളെ ഉപദ്രവിക്കരുതെന്ന് നമുക്ക് അവരോട് പറയാം. എന്നിട്ട് ആ കമ്മീഷണർ എപ്പോഴെങ്കിലും അവരോട് സംസാരിക്കുമല്ലോ, അപ്പോ അവര് നമുക്ക് വേണ്ടി കാര്യങ്ങൾ പറയട്ടെ. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല പൂജ. അതിനു വേണ്ടിയിട്ട് അടിവാരം വരെ യാത്ര ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കിക്കൂടെ? അതിലൊന്നും കാര്യമില്ല പൂജ. അത് മാത്രമല്ല, ആ സ്ത്രീക്ക് 2 തലതെറിച്ച പിള്ളേരുമുണ്ട്. അവരുടെ മുന്നിൽ ചെന്ന് നിന്നാ നമ്മുടെ നിയന്ത്രണം തന്നെ തെറ്റും. മക്കളെന്ന് വെച്ചാ? അവര് വീണ്ടും വിവാഹം കഴിച്ചാലുണ്ടായ മക്കൾ. അപ്പോ ആ സ്ത്രീയുടെ ആദ്യ കുഞ്ഞ്? പറ ചേട്ടാ, അതിനെ അയാള് കൊന്നെന്ന് സത്യാണോ? ഞാനന്ന് തന്നോട് പറഞ്ഞ കാര്യം താൻ നന്ദനങ്ങളോട് ചോദിച്ച് ഉറപ്പാക്കിയല്ലേ? ചോദിക്കേണ്ടിയൊന്നും വന്നില്ല, അച്ഛൻ പറഞ്ഞു. നമുക്കറിയാവുന്നത് അത്ര മാത്രമാണ്. പിന്നീട് അതിനെക്കുറിച്ച് ആരും ഒന്നും അന്വേഷിച്ചിട്ടില്ല. എന്തായാലും തൽക്കാലം താൻ അതൊക്കെ വിട്ടേക്ക്. എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
എടുത്തു ചാടി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് അത് കുടുംബത്തിന് പിന്നീട് ഒരു ദോഷമാവരുത്. കേട്ടല്ലോ? നന്ദഗോപന്റെ മകളായ പൂജ മരിച്ചതിനെ തുടർന്ന് എന്നെ കമ്മീഷണർ പൂജയായി ഇവിടെ എത്തിച്ചതിന് പിന്നിൽ വെറും മുഖച്ഛായ മാത്രമാണോ? കാരണം ഞാൻ സംശയിക്കുന്ന പോലെ നന്ദഗോപന് കമ്മീഷണറുടെ പെങ്ങളിലുണ്ടായ മകൾ ഞാൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയേ പറ്റൂ. അതിന് ആ സീതത്തള്ളയിൽ നിന്ന് തന്നെ ആരംഭിക്കണം. നന്ദേട്ടാ, ദാ ഗുളിക. താനിവിടെ ഇരിക്കുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ ഇന്ന് പൂജമോൾ എന്നെ കാണാൻ വന്നിരുന്നു. നന്ദേട്ടനെ കാണാൻ വരികയോ? ഓഫീസിലേക്കോ? അതെ. അവൾക്കെന്താ ഇങ്ങോട്ട് വന്നാല്? അത് ഞാൻ ചോദിച്ചു. അച്ഛനോട് മാത്രം സംസാരിക്കാനുള്ളതെന്നും പറഞ്ഞാണ് പുറത്തു വെച്ച് കണ്ടത്. അങ്ങനൊരു പതിവില്ലാത്താണല്ലോ. ആ, അതാ ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ടെന്താ അവള് സംസാരിച്ചത്? അവൾ അവളുടെ ടെൻഷനും ഭയവും പങ്കുവെക്കാനായിട്ട് വന്നതാണ് രണിമേ. അതാ ഇങ്ങോട്ട് വരാതിരുന്നതും. ഇവിടെ ആവുമ്പോ തന്നെ കൂടെ അറിയിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. വിഷമിപ്പിക്കണ്ടെന്നോ? അതെ. ആ വീട്ടിൽ ഇപ്പോഴും ആരെയൊക്കെയോ സ്വാധീനിച്ച് കമ്മീഷണർ ഇടപെടുന്നുണ്ടെന്നാ പറയുന്നത്. അർജുനും ആനന്ദും കൂടി അതേപ്പറ്റി സംസാരിക്കുന്നത് അവൾ കേട്ടത്രേ. അവരത് പറയാൻ കാരണമുണ്ടായി. എന്ത് കാരണം നന്ദേട്ടാ? വീട്ടില് ഒരു കൊലപാതക ശ്രമം നടന്നു. നന്ദേട്ടൻ എന്തേ പറയുന്നേ? അതെ അരുണിമേ, അടുക്കളയിൽ ആരുമില്ലാത്ത സമയത്ത് ആരോ ഗ്യാസ് സ്റ്റവ് തുറന്നിട്ടു. അയ്യോ, എന്നിട്ട്? ഒന്നും ഉണ്ടായില്ല. പക്ഷേ നിന്റെ അനുജത്തി മധുവാണ് അവസാനമായിട്ട് അടുക്കളയിൽ നിന്ന് വരുന്നത് കണ്ടെന്ന് പൂജമോള് പറഞ്ഞപ്പോ സ്നേഹ അവളെ എതിർത്തു. അത് പൂജ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനാണ് അവൾ ശ്രമിച്ചത്. അത് എന്തിനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹത് മനഃപൂർവ്വം പറഞ്ഞതാണെന്നാണോ? എന്തുകൊണ്ടായിക്കൂടെ? മധു ചിലപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നതാണെന്ന് പൂജയെ സമ്മതിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്നിട്ടും പൂജ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് സ്നേഹ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ അത് ചെയ്ത ആളെ സ്നേഹക്കറിയാം, പക്ഷെ അത് പുറത്തു പറയില്ല. അല്ലെങ്കിൽ അത് സ്നേഹമായിരിക്കും എന്നാണോ? എക്സാക്ട്ലി. പക്ഷേ എന്താ ഒരു പക്ഷേ? ഇല്ല നന്ദേട്ടാ, എനിക്കിത് മുഴുവനായിട്ടും വിശ്വസിക്കാൻ തോന്നുന്നില്ല. പൂജ പറഞ്ഞതില് ഒരു കാര്യം ശരിയാവാം. സ്റ്റൗ ഓഫ് ചെയ്യാൻ അത് ഉപയോഗിച്ചാലും മറന്നുപോയിരിക്കാം. പക്ഷേ പറഞ്ഞു കേട്ടിടത്തോളം അത് ആദ്യം മധുവിന്റെ തലയിൽ ചാരാൻ ശ്രമിച്ചത് പൂജയല്ലേ? അപ്പൊ പ്രശ്നം തുടങ്ങി വെച്ചത് പൂജയല്ലേ നന്ദേട്ടാ? അപ്പോ സ്നേഹ ആ കുറ്റം പൂജയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതോ? അത് നമ്മളോട് പൂജ പറഞ്ഞതല്ലേ. മധു അടുക്കളയിൽ നിന്ന് പോയതിനു ശേഷം പൂജ അവിടെ നിന്ന് വരുന്നത് സ്നേഹ കണ്ടിട്ടുണ്ടെങ്കിലോ? താൻ എന്താണോ പറഞ്ഞു വരുന്നേ? നമ്മുടെ മോളാണ് ചെയ്തെന്നാണോ? അങ്ങനെയല്ല, ആരുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. ആ വീട്ടിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അതൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ആയിക്കൂടെ?